ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയുടെ ജയയാത്രയെങ്കിൽ മറുഭാഗത്ത് കായിക രംഗത്ത് ഭാരതത്തിൻ്റെ പുരുഷ കേസരികളും വനിതാ പുലികളും ചെസ് രംഗത്ത് ആധിപത്യം ഉറപ്പിച്ച ഒരു പകലും രാത്രിയുമായിരുന്നു ഇന്നലെ. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഓപ്പൺ വിഭാഗത്തിൽ ഏറെക്കുറെ സ്വർണം ഉറപ്പിച്ചു, വനിതാ വിഭാഗത്തിൽ അവസാന റൗണ്ട് ജയിച്ചാൽ സ്വർണം ലഭിക്കുമെന്ന്. ഇതെല്ലാം യാഥാർത്ഥ്യമേ. ഒരർത്ഥത്തിൽ സ്വപ്ന തുല്യമായ നീക്കങ്ങളാണ് ആ ചെസ് ബോർഡിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ചരിത്രം രചിച്ചു എല്ലാ അർത്ഥത്തിലും. അതെ. രണ്ട്, ഇതിൽ നമ്മൾ പുരുഷന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇനം ഓപ്പൺ വിഭാഗമാണ്. അതിൽ കൂടുതലും പുരുഷന്മാർ പങ്കെടുക്കുന്നതുകൊണ്ട് അത് പുരുഷ വിഭാഗമായും ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം കീഴടക്കിയിരിക്കുകയാണ്. പുരുഷ വനിതാ ടീമുകൾ എന്ന് പറയുന്നത് ശരിയല്ല, അത് തിരുത്തണം. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും എന്ന് തന്നെ പറയണം. കാര്യം ഈ പറയുന്ന ഓപ്പൺ വിഭാഗത്തിൽ വനിതകൾക്ക് പങ്കെടുക്കാം, പക്ഷെ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത് പുരുഷന്മാരാണ് എന്നുള്ളത് മാത്രം. ഇതാദ്യമായാണ് ഇരു വിഭാഗങ്ങളിലും ഭാരതം ചാമ്പ്യന്മാർ ആകുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, വളരെ സന്തോഷകരമായിരിക്കും ഇന്നലെ ഉറക്കം ഒഴിഞ്ഞത് എന്ന് കരുതാം. സന്തോഷമുള്ള വർത്തമാനം. എന്തൊക്കെ നേട്ടങ്ങൾ, കാര്യം ഇൻഡിവിജ്വൽ മെഡൽസിൻ്റെ കാര്യത്തിൽ പോലും റെക്കോർഡാണ് എന്ന് വേണം കരുതാൻ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഹരി? പ്രദീപ്, ഇത് വളരെയധികം ഒരു ചരിത്ര നേട്ടമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഇരു വിഭാഗത്തിലും നമുക്ക് സ്വർണം നേടാൻ സാധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ 2012, 2014, 2022 വെങ്കല മെഡൽ നേട്ടം വരെ എത്തിയിട്ടുണ്ട്. എങ്കിലും പക്ഷേ നമുക്ക് ഒരു സ്വർണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇരു വിഭാഗത്തിലും, ഓപ്പൺ വിഭാഗത്തിലും അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിലുമാണ് നമ്മൾ സ്വർണം നേടിയിരിക്കുന്നത്. ഓപ്പൺ പുരുഷന്മാരുടെ വിഭാഗത്തിലാണെങ്കിൽ നമ്മൾ സ്ലൊവേനിയയെ തകർത്തിട്ടാണ് സ്വർണം നേടിയെന്ന് പറയാം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു മികച്ച മുന്നേറ്റം തന്നെയാണ് ടൂർണമെൻറ്റിലുടനീളം ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവെച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ ഒളിമ്പ്യാഡിൽ പുരുഷ അർജുൻ എറിഗേസിയും ഡി ഗുഗേഷും സ്ലൊവേനിയക്കെതിരെ ജയിക്കുകയും ഫൈനൽ റൗണ്ടിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ചൈനയ്ക്ക് US-ഉമായുള്ള മത്സരത്തിൽ പോയിന്റ് നഷ്ടമായതോടുകൂടി ഭാരതം ഇന്ത്യ സ്വർണം ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ ഗുഗേഷ് പ്രജ്ഞാനന്ദ, അർജുൻ എറിഗൈസി, വിദിത് ഗുജറാത്തി, പെൻഡല ഹരികൃഷ്ണ, ശ്രീനാഥ് നാരായണൻ എന്നിവരടങ്ങുന്ന ഒരു ടീമാണ് ഈ വലിയൊരു ചരിത്ര നേട്ടത്തിലേക്ക് ഓപ്പൺ വിഭാഗത്തെ എത്തിച്ചത്. അപ്പോൾ US-ഉം ചൈനയുമായുള്ള ഒരു പോയിന്റ് ക്രാഷ് വന്നപ്പോൾ അവിടെ ഇന്ത്യ മുൻതൂക്കം വരുന്നു. അങ്ങനെയാണ് ഇന്ത്യക്ക് ഈ ഒരു ചരിത്ര നേട്ടം നേടാൻ സാധിച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, പ്രജ്ഞാനന്ദ നിരവധി സ്വർണ്ണങ്ങൾ ചെസ്സിലൂടെ ഇന്ത്യക്ക് വേണ്ടി നേടുന്നുണ്ട്. അവരുടെ സഹോദരിയായ വൈശാലിയും ആവട്ടെ, ഇന്ത്യക്ക് വേണ്ടി ചെസ്സിൽ വളരെ രീതിയിലുള്ളൊരു വലിയ മുന്നേറ്റമാണ് ആങ്ങളെയും പെങ്ങളും കാഴ്ചവെക്കുന്നതെന്ന് നമുക്ക് എല്ലാ ഭാരതീയർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി വനിതാ വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ടൂർണമെൻറ്റിലെ അവസാന റൗണ്ടിൽ അസർബൈജാനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ സ്വർണത്തിൽ മുത്തമിട്ടത്. അപ്പോൾ അവിടെയും ഒരു ഫൈനൽ റൗണ്ട് പോരാട്ടം തന്നെ ഉണ്ടായിരുന്നു. അവിടെയും മികച്ച രീതിയിലുള്ള ഒരു വലിയ പോരാട്ടം തന്നെയാണ് ഇന്ത്യൻ വനിതകളും കാഴ്ചവെച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഹരിക ദ്രോണവല്ലി, വൈശാലി രമേശ് ബാബു, ദിവ്യ ദേശ്മുഖ്, വന്തിക അഗർവാൾ, താനിയ സച്ദേവ്, അഭിജിത്ത് കുന്ദെ എന്നിവരടങ്ങിയ ടീമാണ് ഇന്ത്യ വനിതാ വിഭാഗത്തിലും ഇന്ത്യക്കായിട്ട് സ്വർണം നേടിത്തന്നത്. അങ്ങനെ ഇരു വിഭാഗങ്ങളിലും ഒരു വലിയ മത്സരം തന്നെ ഇന്ത്യ കാഴ്ചവെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒരു ചരിത്ര നേട്ടം തന്നെയാണ് ഇന്ത്യ നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. ശരി, വളരെയധികം നന്ദി ഹരികൃഷ്ണക്കാരി പറഞ്ഞതിൽ. വ്യക്തിഗത മെഡലുകളിലടക്കം, കാര്യം ഗുകേഷും അർജുനും ഓപ്പൺ വിഭാഗത്തിൽ അല്ലെങ്കിൽ പുരുഷ വിഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓപ്പൺ വിഭാഗത്തിലും ദിവ്യയും വന്തികയും വനിതാ വിഭാഗത്തിലും വ്യക്തിഗത സ്വർണവും നേടിയിരിക്കുകയാണ്. എന്തായാലും തുടർന്നും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, പ്രധാനമന്ത്രി മോദിജി ഇന്നലെ രാത്രി തന്നെ ഇവരുടെ എല്ലാം ചിത്രം വെച്ചിട്ട് അനുമോദനക്കുറിപ്പുമായി ട്വീറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ എക്സ് പോസ്റ്റ് ചെയ്തിരുന്നു.